ഒരുപാട് കസ്റ്റമേഴ്സ് തന്നെ ഇപ്പോൾ ഈടായിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ വാഹനത്തിന്റെ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് പൊല്യൂഷൻ ഫെയിൽഡ് ആയി പോകുന്നു, പൊല്യൂഷൻ കിട്ടുന്നില്ല എന്ന്. എന്താ അതിന് സൊല്യൂഷൻ എന്നല്ലേ? നമ്മളൊരു 10 വാഹനം കൊടുക്കുമ്പോൾ അതിനകത്ത് 3-4 കസ്റ്റമേഴ്സും വിളിച്ച് ചോദിക്കുന്നുണ്ട്, പൊല്യൂഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് ഫെയിൽഡ് ആയി പോകുന്നു, എന്ത് ചെയ്യും, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒരുപാട് പുതിയ ടെക്നോളജി കാര്യങ്ങളെല്ലാം അഡോപ്റ്റ് ചെയ്തതോടുകൂടി നമുക്ക് വെറുതെ പഴയ പോലെ മുമ്പ് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സൈലൻസറുള്ള ഒരു കോല് കയറ്റി കഴിഞ്ഞാൽ പൊല്യൂഷൻ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. കറക്റ്റ് അതിൻ്റെ കാർബണും കാര്യങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ചില വാഹനങ്ങൾക്ക് നിങ്ങളൊരു നോർമൽ സർവീസ് വാഹനം എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചെയ്യേണ്ടതുണ്ട്. ഓയിൽ ഫിൽറ്റർ കാര്യങ്ങളൊന്ന് മാറണം, അതേപോലെ തന്നെ പ്ലഗ് കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. പ്ലഗ് ഏതെങ്കിലും മാറാനായിട്ടുണ്ടെങ്കിൽ അത് മാറണം. അല്ലെങ്കിൽ പെട്രോൾ വാഹനം ഡീസൽ വാഹനത്തിനാണെങ്കിൽ ഇഞ്ചക്ടർ പരമായിട്ട് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യണം. ഇത്തരം ഒരു സർവീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കാർബൺ കൂടുതലുള്ള വാഹനമാണെങ്കിൽ അത് കാർബൺ കുറച്ചതിന് ശേഷം മാത്രം നിങ്ങൾ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോവുക, എങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും കിട്ടും. സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല അത് ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. എഞ്ചിൻ വർക്കൊന്നും ഇല്ലാത്ത വണ്ടികൾക്കാണ് ഇത്ര നോർമൽ ഒരു സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും. എഞ്ചിൻ വർക്കായ വാഹനങ്ങൾ നല്ല സ്മോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണെങ്കിൽ എഞ്ചിൻ വർക്ക് എടുക്കേണ്ട വാഹനമാണെങ്കിൽ പിന്നെ അത് എടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. നോർമൽ വാഹനത്തിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാത്ത വാഹനമാണെങ്കിൽ ജസ്റ്റ് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനെപ്പറ്റി നിങ്ങൾ പാനിക് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ഇൻഫോർമേഷൻ ഷെയർ ചെയ്തുകൊണ്ട് 2 കിടിലൻ വാഹനങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ടാറ്റയുടെ അൾട്രോസ് എന്ന വാഹനം, അതും 2020 മോഡലിൽ നിൽക്കുന്ന എക്സം എന്ന സിംഗിൾ ഓൺ ഷിപ്പിൽ വെറും 21,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വാഹനം. പെട്രോൾ എഞ്ചിൻ വാഹനം ആയതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം കൂടിയാണ്. 4 പവറിന്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള ബേസിക് ഫീച്ചേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. വെറും 21,000 കിലോമീറ്റർ മാത്രം ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ള എന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60-70% ടയർ കണ്ടീഷൻ നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും പരിക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ആ ഒരു ഡുവൽ ടോണിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് സൈഡ് പ്രൊഫൈലിലൊക്കെ കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തത്. ബ്ലാക്കിന്റെയും ആ ഒരു ഗ്രേ കളറിന്റെ ഒരു കളർ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഹെഡ്ലൈറ്റിന്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഡീക്രോം ചെയ്ത പോലെ തന്നെ ഒരു പാറ്റേൺ ഫിനിഷിംഗ് ഇങ്ങനെ ഗ്രില്ലിന്റെ ഭാഗത്തോട് കൂടി അറ്റാച്ച് ചെയ്ത് പോകുന്ന അറ്റം വരെ പോകുന്ന രീതിയിൽ ആ ഒരു ഡിസൈൻ പാറ്റേൺ ടാറ്റ ഈ അൾട്രോസ് എന്ന വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു വാഹനം പക്കയാണ്. സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിലും പക്കയാണ്. ക്വാളിറ്റി വൈസ് കാര്യങ്ങളെല്ലാം പക്കയാണ്. മെയിൻ്റനൻസ് കാര്യങ്ങൾ, പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് പറ്റിയിട്ടുള്ള സേഫ്റ്റിയുള്ള അത്യാവശ്യം മൈലേജുള്ള മെയിൻ്റനൻസ് കൊണ്ടുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാഹനം തന്നെ ടാറ്റയുടെ അൾട്രോസ് എന്ന വാഹനം. വാഹനത്തിന്റെ പ്രൈസിംഗ് വന്നത് 5,15,000 രൂപ. 5-15 ഒരു 4.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി അത്യാവശ്യം ബൂട്ട് സ്പേസ് ഉള്ള വാഹനം അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു കിടിലൻ ഡിസയറും കൂടി നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആയി വന്നിട്ടുണ്ട്. നല്ല കിടിലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സും അതേപോലെ സ്പോയിലറും സീറ്റ് കവറും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുള്ള അത്യാവശ്യത്തിലധികം ബൂട്ട് സ്പേസ് വരുന്നൊരു വാഹനം. ഏറ്റവും വലിയ ഹൈലൈറ്റ് പഴയ മോഡൽ ഡിസയറിൽ ഈ ഫസ്റ്റ് ടൈപ്പ് 1 ഡിസയറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. മാത്രമല്ല ഈ ഒരു വാഹനം നിങ്ങൾ എത്ര കർവിലൊക്കെ എത്ര ടേണിങ്ങൾ അത്യാവശ്യം നല്ല പവറിൽ ഓടിച്ചു കഴിഞ്ഞാൽ പോലും ഈ ഒരു വാഹനം നമ്മളെ കയ്യിൽ ഒതുങ്ങി നിൽക്കുന്ന ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം അത്യാവശ്യം നല്ല ബോഡി വെയിറ്റുള്ളൊരു വാഹനമാണിത്, പഴയ ടൈപ്പ് 1 ഡിസയർ. അതുകൊണ്ട് ഇത് ഉപയോഗിച്ചവർക്കറിയാം, നിങ്ങൾ ഏത് കർവ് കൊണ്ടിട്ട് വാഹനം എത്ര ടേൺ ചെയ്ത് ചരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ കയ്യിൽ ഈ ഒരു വാഹനം ഒതുങ്ങി നിൽക്കുന്നതിൽ യാതൊരു സംശയം വേണ്ട. ഈ ഒരു വാഹനം വരുന്നത് 2011 മോഡലിൽ നിൽക്കുന്ന VXI പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. KL60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. കാഞ്ഞങ്ങാട് എന്ന് ഓർമ്മ നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റേ ചെയ്ത സ്ഥലമാണ് എനിക്ക് ഓർമ്മ വരിക. എക്സ്റ്റീരിയർ ഭാഗം ഇന്റീരിയർ ഭാഗം വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 70-80% ടയർ കണ്ടീഷനിൽ നിൽക്കുന്നു. 1.2 പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഏകദേശം നമുക്കൊരു 15 റേഞ്ചിൽ നമുക്ക് ആവറേജ് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. ഫ്രണ്ടിലൊക്കെ ക്രോമും കാര്യങ്ങളൊക്കെ ഗ്രിൽ പാറ്റേണിലേക്ക് വാഹനം അൾട്ടർ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ സ്പോയിലറും അലോയ്സും കാര്യങ്ങളൊക്കെ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വാഹനം നിൽക്കുന്നു. റോഡ് പ്രസൻസ് ലഭിക്കുന്ന രീതിക്ക് വാഹനം മാറ്റിയിട്ടുണ്ട്. ഇനി ഇന്റീരിയറിലേക്ക് കിടക്കുകയാണെങ്കിൽ നല്ല സീറ്റ് ഓവർ അതേപോലെ ഹാൻഡ് ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഇന്റീരിയറും എക്സ്റ്റീരിയറും വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം 2,05,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഓൾമോസ്റ്റ് 1.5 ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2011 മോഡലിൽ നിൽക്കുന്ന ഒരു സഡാൻ സെഗ്മെന്റിൽ നിൽക്കുന്ന സ്വിഫ്റ്റ് ഡിസയറും 2020 മോഡലിൽ നിൽക്കുന്ന ടാറ്റയുടെ അൾട്രോസ് എന്ന എക്സം വേരിയന്റ് നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന 2 വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വാഹനത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു ബുക്കിംഗും ഓപ്ഷനിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായി മാക്സിമം ഷെയർ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.